നബി തങ്ങളുടെ അരികിലേക്ക് ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ കടന്നു വരികയാണ്. അയാളുടെ കയ്യിലൊരു കമ്പിളി പുതപ്പിൻ്റെ ഭാണ്ഡക്കെട്ടൊക്കെ ഉണ്ട്. അയാൾ പറഞ്ഞു, തങ്ങളെ, ഈ കമ്പിളി പുതപ്പിൻ്റെ ഉള്ളിൽ പറക്കാൻ പോലും പ്രായമാവാത്ത 4 പക്ഷി കുഞ്ഞുങ്ങളും ആറ്റയുടെ തള്ളയുമാണുള്ളത്. ഞാനിങ്ങനെ നടന്നു വരുന്ന വഴി ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഈറ്റലിൻ്റെ ഒച്ച കേട്ടപ്പോൾ ഞാൻ ആ മരത്തിൽ കയറി അവരെടുത്താണ്. എടുക്കുന്ന സമയത്ത് തള്ളപ്പക്ഷി ആ കൂട്ടിലില്ലായിരുന്നു. പിന്നെ അവറ്റെടുത്തപ്പോൾ അത് വന്ന് തലിൻ്റെ മേളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ആ തള്ളപ്പക്ഷിയെ ഇതിൻ്റെ ഉള്ളിലാക്കി കൊണ്ടുവന്നാണെന്ന് നബിതങ്ങൾ പറഞ്ഞു അയാളോട് ആ പക്ഷിയും കുഞ്ഞുങ്ങളെയും വെറുതെ വിടണമെന്ന്. അത് പറഞ്ഞ കൂടെ അയാളോട് തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളേറെ പടച്ചോൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ശരിയല്ലേ? നമ്മൾ കേട്ട കഥകളിലൊക്കെയും പടച്ചോൻ ക്രൂരനാണെന്ന് തോന്നുന്നു. ഖബറിൽ ശിക്ഷിക്കുന്ന, നരകത്തിൽ കൊണ്ടുപോയിടുന്ന, പരീക്ഷണങ്ങൾ തരുന്ന, രോഗങ്ങൾ തരുന്ന പടച്ചോൻ. എന്നാൽ സ്വർഗത്തിലിടുന്ന, പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ കാക്കുന്ന പടച്ചോനെ, ഗഫാറായ പടച്ചോനെ നമ്മളാരും ഓർക്കാറില്ല എന്ന് തോന്നണം. ശുക്ർ വേണം എപ്പോഴും, ഓർമ്മയിലുണ്ടാവണം തങ്ങൾ പറഞ്ഞ ആ വാക്ക്. പക്ഷി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതിലേറെ പടച്ചോൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്.